അപ്പോൾ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കത്തെ കരിവാളിപ്പ് അല്ലെങ്കിൽ കരിമംഗല്യമൊക്കെ മാറാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു നല്ലൊരു ഹോം റെമഡിയാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന സൺ ടാൻ പോകാനും നല്ലതാണ് കേട്ടോ. അതുപോലെ 3 ദിവസം അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നന്നായിട്ട് വെളുക്കും. അതും നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ കരിമംഗലം മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ സഹായിക്കുന്ന ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓറഞ്ച് പീൽ പൗഡറാണ്. അത് 2 ടീസ്പൂണാണ് വേണ്ടത്. നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹെർബ്ടോണിക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓറഞ്ച് പീൽ പൗഡറാണ്. ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ ഓറഞ്ച് വാങ്ങിക്കുമ്പോൾ ഓറഞ്ച് കഴുകിയിട്ട് വേണം തൊലി പൊളിക്കാൻ. എന്നിട്ട് അത് ഉണക്കി പൊടിച്ച് അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ച് പീൽ പൗഡർ ഉപയോഗിക്കാനായിട്ട് പറ്റും നമുക്ക് വീട്ടിൽ തന്നെ. അടുത്തത് നമുക്ക് വേണ്ടത് ലിക്കറസ് പൗഡറാണ്. ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. കരിമംഗല്യം അങ്ങതുപോലുള്ള പ്രശ്നങ്ങളുള്ളവർ ഉറപ്പായിട്ട് ലിക്കറസ് പൗഡർ നമ്മൾ വാങ്ങി വയ്ക്കുക. ഇരട്ടി മധുരം എന്ന് ചോദിച്ചാൽ കിട്ടും. ലിക്കറസ് പൗഡർ അല്ലെങ്കിൽ ഇരട്ടി മധുരം നമുക്ക് അങ്ങാടി കടകളിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഞാനിത് ഹെർബ്ടോണിക്കിൻ്റെ തന്നെ ഒരു പാക്കായിട്ട് പല ഹെർബൽ പൗഡർ വാങ്ങി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇത് പൗഡേഴ്സ് രണ്ടും കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 2 ടീസ്പൂൺ ഇരട്ടി മധുരമാണ് നമുക്ക് എടുക്കേണ്ടത്. അതില്ലെങ്കിൽ നമുക്ക് മുൾട്ടാണി മിൽട്ട് മിക്കവരുടെയും വീട്ടിലുണ്ടാകുന്നതാണ്. നമുക്ക് ഫേസ് പാക്കുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് ലിക്കറസ് പൗഡർ അല്ലെങ്കിൽ ഇരട്ടി മധുരം തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്. ഇപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പാലിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് കൂടുതൽ അനുയോജ്യമായത് അത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ പാല് ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒന്നിച്ച് നമ്മൾ കൂടുതൽ അളവിൽ പാൽ ഇതിലേക്ക് ഒഴിക്കാതെ കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ലൂസായി പോകും. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരു നല്ല ക്രീമി പരുവത്തിന് വരണം. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ ഇരിക്കുന്ന രീതിയിൽ വേണം വരാനായിട്ട്. അല്ലെങ്കിൽ ഒഴുകുന്ന പരുവത്തിലായി പോകരുത്. അത് ശ്രദ്ധിച്ച് വേണം പാൽ കുറേശ്ശെ ചേർക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കരിമംഗല്യത്തിനുള്ള ആയുർവേദിക് റെമഡി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് കരിമംഗല്യം വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള പാടുകൾക്കും ഡാർക്ക്നെസ്സിനും ഒക്കെ മാറാൻ വേണ്ടിയിട്ടും ഇത് അപ്ലൈ ചെയ്യാം. നമുക്ക് എവിടെയൊക്കെയാണോ ഡാർക്ക് പാച്ചസ് ഉള്ളത് അവിടങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് തന്നെ ഫേസിലും കൂടി ഇടുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയപ്പോൾ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫേസിലും കൂടി തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസും നെക്കും ഒക്കെ അപ്ലൈ ചെയ്യുകയാണ്. ഈ കരിമംഗല്യം കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ്. എന്നാൽ പുരുഷന്മാരെ ഇത് ബാധിക്കാറുണ്ട്. പാരമ്പര്യമായിട്ടും ഇത് കാണാറുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ സമയം സൂര്യപ്രകാശത്തിൽ നിൽക്കുന്ന ജോലി ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ വെയിലത്ത് കൂടുതൽ പോകുന്നവർക്ക് ഈ ഒരു കരിമംഗല്യം കൂടുതലായിട്ട് നെറ്റി, കവിള്, മൂക്ക്, ചുണ്ടുകളുടെ മുകൾ ഭാഗം, ചുണ്ടുകളുടെ താഴെ ഇങ്ങനെ പല ഭാഗത്ത് ഇത് പകരുന്നതല്ല, എന്നാലും ഇത് പല ഭാഗങ്ങളിൽ കാണാറുണ്ട്. പിന്നെ ഇത് വരാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ഹോർമോണുകളുടെ വ്യതിയാനമാണ്. അതായത് പ്രഗ്നൻസി സ്റ്റേജിൽ, വിരാമം സമയത്ത് അങ്ങനെയൊക്കെയുള്ള പ്രായത്തിലൊക്കെ ഇത് വരാറുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റായിട്ടുമൊക്കെ ഇതുപോലെ പാടുകൾ വരും. അതേപോലെ തന്നെ സ്ട്രെസ്സ് കൂടുതലുള്ള ആൾക്കാരിലും ഈ ഒരു കരിമംഗല്യത്തിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഉണങ്ങുന്ന സമയത്ത് നമുക്കൊരൽപ്പം പാൽ അല്ലെങ്കിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നീട് നമുക്ക് കുറച്ചുകൂടി അതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും അതങ്ങനെ തന്നെ ഇരിക്കുക. ഉണങ്ങുമ്പോൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്താൽ മതി. ആ ഒരു രീതി ചെയ്തിട്ട് നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞ് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം നന്നായിട്ട് തന്നെ. വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ടും മറക്കരുത്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കരിമംഗല്യം കൂടാതിരിക്കാനും അത് കുറഞ്ഞു വരാനായിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെമഡിയിൽ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിന് പകരം ഞാൻ വേറെ ടിപ്സ് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരാം. അപ്പോൾ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. ക്യാമറയിൽ കൂടി എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വിസിബിളായിട്ട് നല്ലൊരു ചേഞ്ച് ഈ ഒരു പാക്ക് ഇട്ടപ്പോൾ ഫീൽ ചെയ്തു. നമുക്ക് ഫേസിൽ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ കരിമംഗല്യമുള്ള പാർട്ടിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.